ഉപ്പ മരിച്ചു, 40 കൊല്ലമായി. ഉപ്പായുടെ ഖബറങ്ങ് ചൊല്ലും, ദ്വാരക്കും. ഉപ്പായെ പറയാത്ത ദിവസം എനിക്കുണ്ടാകൂല. അപ്പോൾ നമുക്ക് ഉമ്മ, ഉപ്പ, ഉസ്താദ് അവരോടുള്ള ആ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ നല്ലോണം, അതാണ് ലഅല്ലക്കും വത്തഖുല്ലാഹ്, അള്ളാഹു പറഞ്ഞ് ജീവിക്കുക. അപ്പോൾ ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. ഇസ്ലാം എന്തെല്ലാം നിരോധിച്ചോ ഇതിൻ്റെ ഒക്കെയും കാരണം എന്താ? ഗീബത്ത് പറഞ്ഞാൽ അള്ളാഹു തആലക്ക് എന്താ വരാൻ പോണു? വല്ല നഷ്ടമുണ്ടോ? പറഞ്ഞില്ല. അള്ളാഹു തആലക്ക് വല്ല കുട്ടുമുണ്ടോ? ഒക്കെ കാരണം മഹാനബി സുൽഹാഫി റളിയല്ലാഹു തആല നിങ്ങൾ പറഞ്ഞു, ഇദാ അള്ളഹറത്തിൽ ഗീബ ഉർതഫത്തിൽ ഉഖുവ. എല്ലാറ്റിൻ്റെയും കാരണങ്ങൾ ഗീബത്ത് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സുഹൃത്തിനെ പറ്റി ഇവിടുന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് ഭാര്യൻ്റെ അടുത്ത് വന്ന് ഭാര്യയെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് ഇവിടുന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യ അറിഞ്ഞിരിക്കും. അതോടുകൂടെ ഭാര്യ എന്നുള്ള എല്ലാ സ്നേഹം നഷ്ടപ്പെട്ടു പോയില്ലേ. അപ്പോൾ ഈ ഗീബത്ത് പറയത്, നമീമത്ത്, ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പ് തകർന്നു പോകും. അതാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ റിയാലിറ്റി. ഉഖുവത്താണ്, ഫ്രണ്ട്ഷിപ്പാണ്, റിലേഷൻഷിപ്പാണ്. അതിന് മൂല്യങ്ങൾ കൽപ്പിക്കണം. ആ മൂല്യങ്ങൾ കൽപ്പിക്കലോടുകൂടെ തന്നെ നിങ്ങൾ നോബൽ പ്രൈസ് ജേതാക്കളാണ്. ഇപ്പം അമേരിക്കൻ ട്രംപ് പ്രസിഡന്റ് നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി കുറേ സമ്മർദ്ദമൊക്കെ ചെലുത്തി നോക്കി. എനിക്ക് 7 നോബൽ പ്രൈസ് കിട്ടുന്നേ, ഈ 7 യുദ്ധങ്ങൾ ഞാനില്ലാതെ. വൈറ്റ് ഹൗസ് പക്ഷേ കിട്ടിയത് ആർക്കല്ലല്ലോ? സമാധാന നോബൽ പ്രൈസ് ആർക്കല്ലേ കിട്ടിയത്? നമ്മളാരും കേൾക്കാത്ത കൊറിയ മറീന കൊറിയം തച്ചാടോ അല്ലേ? ഇന്ന് പത്രം വായിച്ചു കാണണല്ലോ. അപ്പോഴാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതൊന്ന് ചോദിച്ച് വാങ്ങേണ്ടതല്ല, മറിച്ച് നമ്മൾ ഉമ്മ, ഉപ്പ, ഉസ്താദ്, ആ 3 അക്ഷരം അവരെ വേദനിപ്പിക്കൂല. അവരുടെ കുരുത്തവും പൊരുത്തവും വാങ്ങുമെന്ന് പ്രതിജ്ഞ ചെയ്തോ, വിജയം സുരക്ഷിതം, സുരക്ഷിതം, സുരക്ഷിതം. ഇല്ലേ പരാജയം. ചിലപ്പോൾ പറഞ്ഞുകൊള്ളുന്നില്ല. അത് ഖുർആൻ പറഞ്ഞു, തസ്തദിർജൂൻ. നിങ്ങൾ ചൂണ്ടലിട്ടാൽ, പുഴവക്കത്ത് ചൂണ്ടലിട്ടോ അല്ല, മീനെ കൊത്തിയാൽ അപ്പം കൊണ്ട് വലിക്കുകയോ? ഇല്ല, ഒന്നും കൂടി ലൂസായി കൊടുക്കും. ആ മീൻ വിഷപ്പെടുന്നോട്ട് ഇതില്ലല്ലോ, ഒന്ന് കുടുക്കി വലിക്കാൻ. അപ്പോൾ ചിലപ്പോൾ അല്ലാഹു തആല നല്ലോണം ഉയർത്തി, എന്നിട്ട് അവസാനം ഒരു ഇടല കൊണ്ട് കൊണ്ടിടാൻ. ഫർഔൻ എന്ത് സംഭവിച്ചു, ഖാറൂൻ എന്ത് സംഭവിച്ചു, നമ്രൂദിന് എന്ത് സംഭവിച്ചു, ഹിറ്റ്ലർക്ക് എന്ത് സംഭവിച്ചു, മുസ്ലിം എന്ത് സംഭവിച്ചു, ഇങ്ങനെ എത്രയെത്ര പാഠങ്ങൾ ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. തങ്ങൾ ഈ വയല് കെട്ടിച്ച് കണ്ണിന്ന് വെള്ളം വന്നുപോയി. യാ അല്ലാഹ്, എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നിങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റഹ്മാൻ.